കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കിളിക്കൂടിലാണെങ്കിൽ അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ ഭാസ്കരൻ വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ ഉടുത്തുകൊണ്ട് വന്നിട്ട് അവരെല്ലാവരും കൂടെ ഓണമൊക്കെ ആഘോഷിക്കും. നമ്മൾ ഭാസ്കറിൻ്റെ വക പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുമൊക്കെ ആസ്വദിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുധീഷാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിധിയൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ നിധിയാണെങ്കിൽ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി സുന്ദരിയായിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നീതു വരുന്നുണ്ട്. നീതുവിനാണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ ഓണക്കോടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മളെ ചാന്ദിനി വരുന്നുണ്ട് കേട്ടോ. ചാന്ദിനിയാണെങ്കിൽ സെറ്റ് സാരി കൊടുത്ത് നല്ല സൂപ്പറായിട്ട് ഉണ്ട് നമ്മളെ ചാന്ദിനിയെ കാണാം. അങ്ങനെ നമ്മൾ ചാന്ദിനിയും എല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാന്ദിനിയൊക്കെ വരുന്നതെന്നൊക്കെ. അങ്ങനെ ചാന്ദിനിയൊക്കെ വരുമ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ഇവിടെ ഒരാൾക്കാണെങ്കിൽ നിങ്ങളെ കാണാതാണെങ്കിൽ ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചാന്ദിനി ചോദിക്കുന്നുണ്ട് അതാർക്കാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിൽ സുഭാഷ് ചേട്ടനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ആ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചാന്ദിനി ചോദിക്കുന്നുണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ കുറേ കുപ്പിവളകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളെ ചാന്ദിനിക്കാണെങ്കിൽ സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാന്ദിനി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് സുഭാഷ് ചേട്ടന് കയ്യിലിട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ വളയൊക്കെ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ വളയൊക്കെ നമ്മൾ ചാന്ദിനിയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ എല്ലാവരും അടിച്ച് പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് സദ്യയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സുധീഷും നമ്മളെ നിധിയായിട്ടുള്ള കുറേ റൊമാൻറ്റിക് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഓണാഘോഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ വീണ്ടും ഗായത്രിയുടെ കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സുധീഷിനെ തിരക്കിയിട്ട് എൻ്റെ സുധീഷേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ചെന്നിട്ട് ചോദിക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗായത്രി ആണെങ്കിൽ റൂമിൽ കഥവടച്ചിരിക്കും. ഒന്ന് വരും സുധീഷേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വന്ന് വിളിച്ച് അവളത്ത് വന്ന് സംസാരിച്ചാൽ മാത്രം മതി, അപ്പോൾ അവൾ ചിലപ്പോൾ കഥവ് തുറന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളെ കാര്യം നോക്ക്, പിന്നെ ഇപ്പോൾ 2 ആഴ്ച ഒരാളുമായിട്ട് സംസാരിച്ചെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവളെന്തായാലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകത്തില്ല, അവളൊന്നും ചെയ്യത്തില്ല, അവൾ കഥവ് തുറന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞൊക്കെ വിടുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിലും നമ്മൾ സുധീഷിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത വേലയ്ക്ക് പോയിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ നടന്ന് അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് സുഭാഷ് ചേട്ടന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ അടുത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞാണെന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു, അതല്ലേ ഇത്രയും പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ നിധി എടുത്ത് പറയുന്നുണ്ട് അല്ലെ നിധി വല്ല ആവശ്യമുണ്ടോ സുഭാഷ് ചേട്ടന് പറയാൻ വേണ്ടി, എന്നാലും നമ്മളത് ഫേക്ക് കല്യാണം അല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ നിധിയാണെങ്കിൽ ആദ്യം ഒന്ന് ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് അതേ സുഭാഷ് ചേട്ടൻ ഞങ്ങളെ ആണെങ്കിൽ ഫേക്ക് കല്യാണമാണല്ലോ, അതുപോലെ ഞങ്ങളിപ്പോൾ ബന്ധം ഒഴിയാനൊക്കെ വേണ്ടി കോടതി കേസൊക്കെ കൊടുത്തിട്ടിരിക്കുന്നതല്ലേ, അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയേണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.